ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നല്ല മഴയും വിശപ്പ് കൂടുതലും. ഭക്ഷണം കഴിച്ച് കുറച്ച് ടൈം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ചോദിക്കും എന്തും വെച്ച് കഴിക്കാനുള്ളതെന്ന് ഒറ്റ ചോദ്യ. മഴ പെയ്താലാണല്ലോ ഇതാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ വിചാരിക്കും വീട് പുഴന്റെ വക്കത്താണോ അതോ പാടത്തിന്റെ വക്കത്താണോ എന്നൊക്കെ. ഇവൻക്കൊന്ന് സ്കൂൾക്ക് മാസമൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. എന്റെ തല ഒന്ന് കാണട്ടെ, എന്നാലേ ഇവനൊന്ന് വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങുള്ളൂ. നമ്മളെ വീട് നിൽക്കുന്ന നല്ല മണ്ണുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടി കെ വ്ളോഗ്സ്. അപ്പം നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, ഒന്ന് മഴ പെയ്തപ്പോൾ തന്നെ നമ്മുടെ മുറ്റത്തെ അവസ്ഥ ഇതാണ്. പുറത്ത് അവിടെ അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മൾ ഗേറ്റിൻ്റെ അതിലൂടെ ചെറുതായിട്ടൊന്ന് കയറും കേട്ടോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഗേറ്റ് വെക്കുന്നതിന് മുന്നൊക്കെ നല്ലോണം വെള്ളം കയറുന്ന സ്റ്റെപ്പ് വരെയെന്ന് ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നില്ല. ഇപ്പം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. മഴ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം പോകട്ടെ. അപ്പോൾ പിന്നെ റോഡ് കാണാനും വയ്ക്കില്ല. കാരണം പിന്നെ റോഡിലൊക്കെ ഇച്ച് കെട്ടിയിട്ട് നടക്കാനും ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണേ. പിന്നെ കുറച്ച് ആക്കത്തിനൊക്കെ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ട് ഇതേ നൂൽപ്പൊട്ട് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ ഷിബിലി മോൻ ഇതാ ആദ്യം തന്നെ പോകാൻ വേണ്ടി ഇറങ്ങി. ഈ മുറ്റത്ത് നിൽക്കുന്ന വെള്ളത്തെ നമ്മുടെ അത് മഴ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ താവട്ടെ. പിന്നെ മുറ്റത്ത് വെള്ളം ഉണ്ടാവുന്നത് നല്ലതല്ലേ, കിണറൊക്കെ ഉള്ളതല്ലേ, അത് പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ താവലുണ്ട്. ഷിബിലി മോൻക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ ആയത് കാരണം ഭയങ്കര ഒരു മടിയിട്ടാ. മഴത്ത് എങ്ങനെ പോവാന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ പാൻസൊക്കെ നല്ലോണം കയറ്റിയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകും ചെയ്യും കേട്ടോ. അങ്ങാടിക്ക് കുറച്ചൊന്നും അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ അത് അവന് പോകണം. അപ്പോൾ വരും വെച്ച് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകട്ടെ, കുറച്ച് അങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണേ. ഇവനക്ക് എന്താ പറയുക, സ്കൂളിലേക്കും മദ്രസയിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു തല കാണണം കേട്ടോ. ഞാൻ എന്ത് പണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ തല ഒന്ന് അവനക്ക് കാണണം. അവൻ്റെ കൂടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പോൾ വീട് മറിയോളം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അതാണ് കേട്ടോ ഞാൻ വീണ്ടും നോക്കിയിരിക്കുന്നത്. അങ്ങനത്തെ അവിടുന്ന് വന്നതിൻ്റെ ശേഷം എൻ്റെ ചോറ് വെച്ചു തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ മീനും പൊരിച്ചു. പിന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഇന്ന് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളി, ഇഞ്ചി, 2 പച്ചമുളകും കൂടിയിട്ട് നല്ലൊരു ചമ്മന്തി കൊണ്ട് അരച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തി കുഴിച്ചിട്ട് ചോറ് തിന്നാൻ, കറിയൊന്നും ഇല്ലാതെ അതിക്ക് എന്തെങ്കിലും ഒരു മീൻ വേണം കേട്ടോ. അങ്ങനെ ഇന്ന് അങ്ങനെ ആക്കി. പിന്നെ അത് അടിച്ചോരലൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ സ്കൂൾ പാത്രങ്ങളും പിന്നെ നൂൽപ്പൊട്ടിൻ്റെ പാത്രങ്ങളൊക്കെ കൂടി കഴുകി ഇവിടെ വെച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. അങ്ങനത്തെ അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസാണ് കേട്ടോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഒരുപാടായിട്ട് പൂവട തിന്നിട്ട് എപ്പോഴും ഇങ്ങനെ പൂതിയാവട്ടെ പൂവട തിന്നാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കണം. ഏതായാലും ഇന്ന് അങ്ങോട്ടാണ്ട് ഒരുങ്ങിട്ടോ. അപ്പോൾ അതേ പൂവടക്കുള്ള തേങ്ങയാണ് ആദ്യം തന്നെ ചിരക്കുന്നത്. തേങ്ങപ്പണി കഴിഞ്ഞാൽ പിന്നെ അതിമൊക്കെ നിൽക്കണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കൂടുതലൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ. പാകത്തിന് മധുരം മതി എന്ന് വിചാരിച്ചു. പിന്നെ അത് 4 കയ്യിൽ മൈദ എടുത്തു. പിന്നെ 1 കയ്യിൽ ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ. 1 സ്പൂണ് റവയും എടുത്തു. എന്നിട്ട് തിളച്ച വെള്ളം നമ്മുടെ ഈസിയൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. ഉപ്പുണ്ടാ നോക്കിയതാണ്ട് നിങ്ങളാ കണ്ടത്. അങ്ങനെ അത് നല്ലോണം ഒഴിച്ച് കൊടുത്തു പാകത്തിന് കേട്ടോ. എന്നിട്ട് ഇത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ കൈകൊണ്ട് നല്ലോണം ചൂടൊന്ന് പോയതിന് ശേഷം കുഴച്ചെടുക്കാമെന്ന് വെച്ചു. ഞാൻ പൂവട അത് വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. പക്ഷേ വാഴൻ്റെ ഇലയും കിട്ടാനില്ല, പൊടിൻ്റെ ഇലയും കിട്ടാനില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വാഴയൊന്നും നമ്മളിവിടെ ഒന്നും ഉണ്ടാകണില്ല കേട്ടോ. ആർക്കും ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പന്നികളുടെ ശല്യം കൊണ്ട് വാഴയൊന്നും ഇപ്പോൾ ഇവിടെ ആർക്കും തന്നെ ഉണ്ടാകുന്നില്ല. നമ്മളുടെ ഇതിൽ പിന്നെ വാഴ ഇല്ലേനും, എന്നാലും എവിടുന്നെങ്കിലൊക്കെ വാങ്ങി കൊണ്ടുവരാനാണ് കേട്ടോ ഞാൻ അതിൻ്റെ ആവശ്യം വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നുമില്ലാണ്, പന്നികൾ നശിപ്പിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പൂവടൻ്റെ അച്ചുവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒക്കെ റെഡിയാക്കി എടുത്തോ. അങ്ങനത്തെ അതുണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഈ സ്പോട്ടിൽ തന്നെ ഇവിടെ വന്നാണ്ട് തുടച്ചെടുത്തു. അപ്പോഴേക്കത് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 3-4 അങ്ങോട്ടാണ്ട് ഇട്ട് കൊടുത്തു. ഇത് ശർക്കരയിൽ ഉണ്ടാക്കി ഒന്നും കൂടി ടേസ്റ്റ് കൂടില്ലേ. ഞാൻ ശർക്കര നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ 1 ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പഞ്ചസാര തന്നെ ആക്കി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് 2 ഏലക്കായ പൊടിച്ചതും കൂടി അതിൽ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടുമല്ലോ. പിന്നെ അത് ഫസ്റ്റത്തെ റൗണ്ട് അങ്ങനെ ഉണ്ടായിട്ട് എന്താ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ പിടിക്കണമില്ല കേട്ടോ. ഗോതമ്പ് പൊടിയും റവയും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലേ. ഞാൻ എന്തൊരു പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ റവ ചേർക്കൂട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ എണ്ണ പിടിക്കൂല. ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് നല്ല വിശപ്പായിരിക്കൂലേ എല്ലാവർക്കും. പിന്നെ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പറയും വേണ്ടല്ലേ. ഇവിടെ ഷിബിനുമോനും ഫിനുമോനും ഇടക്കിടക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ലീവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ മച്ചേ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂട്ടോ. ഭക്ഷണം കഴിച്ച് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും
വരും കേട്ടോ പോരെന്ന് പറഞ്ഞിട്ട് ഞാനിതേ കടി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോഴേക്കതേ കണ്ടില്ലേ ഷിബിലിമോന് വന്നാട്ടോ പാത്രം കൊണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊടുത്തു. കുട്ടികളല്ലേ അവർ ചോദിക്കുമ്പോൾ പിന്നെ കൊടുക്കണ്ടേ, അപ്പം ഞാൻ അങ്ങോട്ടാണ് കൊടുക്കട്ടെ. എങ്ങനെയായാലും ഇവിടെ എന്തെങ്കിലും ഇതുപോലെ പൊരിക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഞാൻ അവർക്ക് അങ്ങോട്ടാണ് കൊടുക്കല. അവർ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനത്തെ കൂടെണ്ടാക്കലൊക്കെ കഴിഞ്ഞില്ലേ, എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞത്. ഫോണിൽ ഇത് ഉണ്ടാക്കി കഴിയാനുള്ളൊരു പണി, അത് എഡിറ്റ് ചെയ്യാനുള്ള പണി എത്ര പെട്ടെന്നാണല്ലേ ഫോണിൽ കഴിഞ്ഞത്. അങ്ങനത്തെ പിന്നെ ഇത് കട്ടൻ ചായ ഉണ്ടാക്കി. ആദ്യത്തേനെ നമ്മൾ അടുത്ത വീട്ടിലെ കുഞ്ഞോളുമല്ലേ അവർക്ക് കൊടുത്ത് നമ്മൾ കഴിക്കും പോലെ അവരും കഴിക്കട്ടെ. കുഞ്ഞോളുമാനെ വിളിച്ചപ്പോൾ അവർക്ക് ക്യാമറൻ്റെ മുന്നിലേക്ക് വരാൻ ഭയങ്കര മടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനത് കൊടുത്തോണ്ട് പോന്നു. പിന്നെ അത് ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, ആദ്യം തന്നെ കുഞ്ഞോളുമാക്ക് കൊടുക്കല്ലേ ചെയ്തത്. ഇക്ക പിന്നെ പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ടൈം വഴുകുന്നു പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുടിച്ചു, ഇക്കാക്കൊക്കെ എടുത്ത് വെച്ചു. അങ്ങനത്തെ അൽഹംദുലില്ലാ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു റാഹത്തായിട്ടാണ് പോകും. പിന്നെ അത് ആ സ്പോട്ടിൽ തന്നെ ടേബിളൊക്കെ ക്ലീനാക്കി ചായയും തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇത് ജഗ്ഗിലുള്ളത്. പിന്നെ ബാക്കി കടിയും എല്ലാം കൂടി അവിടെ തന്നെ വെച്ചു. പിന്നെ അത് മാത്രം പോരല്ല, നമ്മളെ ബാക്കി ജോലിയും കൂടി അവിടെ കിടക്കല്ലേ, പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ചായ കുടിച്ചത് ആകെ 2-3 പേരെ ചായ കുടിച്ചുള്ളൂ. പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അത് പിന്നെ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ അല്ലേ നമുക്ക്. പാത്രങ്ങളൊക്കെ കഴുകിയപ്പോൾ ഫിനിമോളെത്തിയിട്ട് ഞാൻ കൊണ്ടുവെക്കാം താഴെ അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ട്, ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അടുക്കളത്തെ സ്റ്റാൻഡുമ്പോൾ തന്നെ വെക്കും. പിന്നെ മറ്റുള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കും കേട്ടോ. വെള്ളം പോയതിന് ശേഷം എന്നിട്ട് തുടച്ച് വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വീതനൊക്കെ ക്ലീൻ ആക്കിയിട്ട് എന്നാലും രാത്രി ഇനിയും വരാനുള്ളതല്ലേ, എങ്ങനെ ആയാലും പെരക്കൂട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പീഡ് കുറച്ചാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കമൻറ്റ് വന്നിരുന്നു സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു കേട്ടോ. അതേതായാലും നന്നായുള്ളൂ. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് അറിയിച്ചാലല്ലേ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മുറ്റൊന്ന് അടിച്ചു വരാന്ന് വെച്ചാൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയാട്ടോ. കൂടുതൽ കച്ചറകളൊന്നുമില്ല, എന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഉള്ളതൊന്ന് തോണ്ടാന്ന് വിചാരിച്ച് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയല്ലേ. ഇവിടെ ഞാൻ വോയിസ് വിടുന്ന സമയത്തൊക്കെ നല്ല മഴ കേട്ടോ. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും ഒരു കുഴപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ, മഴയല്ലേ. മഴ മാത്രമല്ലേ കാറ്റും ഉണ്ട്. അള്ളാഹു കാക്കട്ടല്ലേ, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ ആർക്കും. അങ്ങനത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗേറ്റിൻ്റെ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലേ ഇവിടെ വെഴുക്കണിട്ടാ. അന്ന് ഞാൻ ഫിലിമോളുകൂടി റോഡ് അരുതി കഴുകിയപ്പോൾ ഈ ഭാഗം ക്ലിയർ ആക്കില്ല കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ഒന്ന് വീണപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇവിടെയും കൂടി ഇച്ച് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ അതില്ലേനു. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്തു, ബ്രഷും കൊണ്ട് വരുതാന്ന് വെച്ചു. എനിക്കിപ്പോൾ മുറ്റത്തുനിന്ന് പുറത്തേക്കാണ്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര പേടിയുണ്ട്. കാരണം ഇങ്ങനെ ഇച്ച് കെട്ടി നിൽക്കല്ലേ, നമ്മൾ എത്ര വരുത്തിയിട്ടും കാര്യമില്ല, മഴയല്ലേ. വീഡിയോ ഇവിടെ ക്ലിയർ ഇല്ലാത്തതിൻ്റെ കാരണം മഴ ഇങ്ങനെ ചെറുതായിട്ട് പാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടേനു. നല്ല മൂടൽ വരുന്നുണ്ടേനു, അതാണ് കേട്ടോ ഇവിടെ ക്ലിയർ ഇല്ലാത്തത്. പിന്നെ വൈകുന്നേരം ടൈമും ആയില്ലേ. ഞാൻ ഈ പണി ഇപ്പോഴെന്നെ ചെയ്യണില്ല എന്ന് വെച്ചതായിരുന്നു. കാരണം വൈകുന്നേരത്തിൽ കുളിക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഷിബിലിമാന് പറഞ്ഞു നിങ്ങൾ ചെയ്യണേ ഞാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പിന്നുമോളും പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയിലൊന്ന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. മെയിനായിട്ട് ഈ പണി അവർ രണ്ടുപേരും കൂടി തന്നെയാണ് ചെയ്തെടുത്തത്. നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ വീഴുന്നതിന് മുന്നേ ശ്രദ്ധിക്കൂല്ലോ അല്ലേ, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതൊക്കെ ശ്രദ്ധിക്കല്ലേ. ഏതായാലും അല്ലാതെ എനിക്കൊന്നും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വേദന ഒന്നും ഉണ്ടായി വീണപ്പോൾ എന്നല്ലാതെ അതൊക്കെ പിന്നെ മാറിയും ചെയ്തിട്ട്. അങ്ങനത്തെ നമ്മൾ ഷിബിലിമോനും ഫിനിമോളും കൂടി അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം അടിക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും നല്ല റാഹത്തായി. പിന്നെ അത് റോഡ് കണ്ടില്ല നമ്മൾ അടുത്താണ് ക്ലീൻ ആക്കിയത്, എന്നാലും കണ്ടില്ലേ വീണ്ടും ഇച്ച് കെട്ടിയത്. അപ്പോൾ ഷിബിലിമോൻ എന്ത് ചെയ്തു, നടക്കണ ഈ അരുഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നടക്കുന്നവരോടൊക്കെ അരു കൂടെ നടക്കാൻ പറയും മച്ചി എന്ന് അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഇട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.